കാർത്തികിനൊപ്പം അവന്റെ വീടിന്റെ പടികൾ കയറുമ്പോൾ തന്റെ ബാഗിൽ കൈകൾ മുറുക്കി പിടിച്ചു കാവ്യ. കാർത്തികിന്റെ ഭാര്യയായി അവന്റെ വീട്ടിലേക്കുള്ള രംഗപ്രവേശനമാണ്. വലത് കാൽ വെച്ച് വീട്ടിലേക്ക് കയറി വരുന്ന മരുമകളെ നിലവിളക്ക് തന്ന് നിറചിരിയോടെ സ്വീകരിക്കേണ്ട കാർത്തികിന്റെ അമ്മ ഉമ്മറത്തൊരു കാഴ്ചക്കാരിയായി വെറുതെ നിൽക്കുന്നത് അകത്തേക്ക് കയറുന്നതിനിടയിൽ കാവ്യ കണ്ടിരുന്നു. പുച്ഛം തോന്നി അവൾക്കുള്ളിൽ അവരോട്, ഒപ്പമൊരു സംതൃപ്തിയും. അവരുടെ ആ നിൽപ്പ് കണ്ട് തന്റെയും കാർത്തികിന്റെയും വിവാഹത്തിന് എതിര് നിന്ന അവരെ വെല്ലുവിളിക്കും മട്ടിലൊന്ന് നോക്കിയിട്ട് തന്നെയാണവൾ അകത്തേക്ക് കയറിയതും. എൻ്റെ അമ്മേ, രക്ഷപ്പെട്ടു. തങ്ങളുടെ മുറിക്കുള്ളിലെത്തിയതും അതുവരെയുള്ള ശ്വാസം പിടിച്ചെന്ന വിധം നിന്നിരുന്ന കാർത്തിക് ദീർഘമായൊന്ന് ശ്വാസം വിട്ട് പറഞ്ഞതും അവനെ സംശയത്തിൽ നോക്കി കാവ്യ. വീടിനകത്തേക്ക് കയറുമ്പോൾ അമ്മ തടയുമെന്നാണ് ഞാൻ കരുതിയത്. തന്നെ നോക്കുന്നവളോട് ഒരു ചിരിയോടെ കാർത്തിക് പറയുമ്പോഴും തെളിച്ചമില്ലാത്ത മുഖത്തോടെ അവനെ നോക്കി മിഴിച്ചു നിന്നു കാവ്യ. താനൊന്ന് റെസ്റ്റ് എടുക്ക്, ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വരട്ടെ. കാവ്യയോട് പറഞ്ഞ് കാർത്തിക് റൂമിന് പുറത്തേക്ക് നടന്നതും അവന്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞു നിർത്തി കാവ്യ. നിങ്ങൾ എങ്ങോട്ടാ കാർത്തിക് ഈ പാഞ്ഞു പോകുന്നത്? ഇന്ന് നമ്മുടെ കല്യാണമായിരുന്നു. നിങ്ങൾ ഇരിക്കേണ്ടതിന് എനിക്കൊപ്പമാണ്, അല്ലാതെ അമ്മയ്ക്കൊപ്പം അല്ല. ഉള്ളിൽ പതഞ്ഞുയരുന്ന ദേഷ്യമടക്കി പിടിച്ചെന്നോണം കാവ്യ പറഞ്ഞതും അവളെ നോക്കിയൊന്ന് കണ്ണ് ചിമ്മിയിട്ട് അവളുടെ കൈ വേർപെടുത്തി റൂമിന് പുറത്തേക്ക് നടന്നു കാർത്തിക്. പല്ലുകൾ ഞെരിച്ചമർത്തി കാവ്യ അവന്റെ പോക്ക് കണ്ട്. നിങ്ങളുടെയും നിങ്ങളുടെ അമ്മയെയും ഞാൻ 2 വഴിക്കാക്കും കാർത്തിക്. കണ്ടോ നിങ്ങളത്? കഴിഞ്ഞ 2-3 വർഷമായിട്ടുള്ള പ്രണയമാണ് കാർത്തിക്കുമായി. പ്രണയം ആദ്യം തോന്നിയതും അത് അവനോട് പറഞ്ഞതുമെല്ലാം കാവ്യയാണ്. ആദ്യമൊന്നും കാവ്യയുടെ ഇഷ്ടം അംഗീകരിച്ചില്ല കാർത്തിക്. അതോടെ വാശിയായി കാവ്യയ്ക്ക്. അവളുടെ ആ വാശിയുടെ അവസാനമാണ് ഇന്ന് നടന്ന ഈ കല്യാണം. കാവ്യയുടെ സ്വഭാവവും പെരുമാറ്റവും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്റെ മരുമകളായി അവളെ സ്വീകരിക്കില്ല എന്ന നിലപാടിലായിരുന്നു കാർത്തികിന്റെ അമ്മയ്ക്കെങ്കിൽ പഠനം പൂർത്തിയാകാതെ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന തടസ്സമാണ് അവളുടെ വീട്ടിൽ നിന്നുണ്ടായത്. ആഗ്രഹിക്കുന്നതെന്തും എങ്ങനെയും നേടിയെടുക്കുന്ന കാവ്യയ്ക്ക് പുച്ഛം മാത്രമാണ് ഇരു വീട്ടുകാരോടും തോന്നിയത്. അവളുടെ വാശിയും ദേഷ്യവും അവൾ കാർത്തിക്കിൽ തീർത്തു. തന്നെ രജിസ്റ്റർ മാരേജ് ചെയ്ത് കൂടെ കൂട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന അവളുടെ ഭീഷണിയാണ് അവരുടെ ഇന്നത്തെ വിവാഹം പോലും. പുറത്തേക്കിറങ്ങിപ്പോയ കാർത്തികിനായി തിരികെ റൂമിലേക്ക് കാണാതെ വന്നതും അവനെ അന്വേഷിച്ച് റൂമിന് പുറത്തേക്കിറങ്ങിയ കാവ്യ ആ വീടിന്റെ പടി കടന്നു വരുന്നവരെ കണ്ടൊന്നു പതറി. അവളുടെ അച്ഛനും അമ്മയും സഹോദരിയും തന്നെ നോക്കുന്ന അവരുടെ കണ്ണിലെ ദേഷ്യവും വെറുപ്പും തിരിച്ചറിഞ്ഞതും ഒന്നുകൂടി പതറി പരിഭ്രമിച്ചു അവൾ. ഞങ്ങളുടെ വാക്ക് കേൾക്കാതെ ഞങ്ങളെ ധിക്കരിച്ച് ഇറങ്ങി വന്നവൾക്ക് എന്തിനാടി ഞാൻ വിയർപ്പ് വറ്റിച്ചുണ്ടാക്കിയ സ്വർണവും പണവും? അവളെ കണ്ടതേ ശബ്ദം ഉയർത്തിയ അച്ഛന്റെ ചോദ്യത്തിൽ പകച്ച് 4 ചുറ്റുമൊന്ന് നോക്കിപ്പോയവൾ. ആ ചോദ്യം ആരെങ്കിലും കേട്ടോ എന്നറിയാൻ. ഞങ്ങളെ വേണ്ടാത്തവളെ, ഞങ്ങളുടെ വാക്കിന് വില കൽപ്പിക്കാത്തവൾ, ഒരു കള്ളിയെപ്പോലെ ഞങ്ങൾ ഉണ്ടാക്കിയതെല്ലാം കട്ടെടുത്തിട്ടാണ് വീട് വിട്ടിറങ്ങിയതല്ലേ? നാടുണ്ടോടി നിനക്ക്? അച്ഛനു പുറകെ അമ്മ കൂടി ശബ്ദം ഉയർത്തിയതും ആകെ പതറി. വീടിനകത്തേക്ക് നോക്കിയ കാവ്യ ചലനമറ്റതുപോലെ നിന്നുപോയി. ഇതെല്ലാം കേട്ട് തനിക്ക് പുറകിൽ നിൽക്കുന്ന കാർത്തികിന്റെ അമ്മയെ കണ്ടതോടെ, എന്താണ് കാര്യം? നിങ്ങൾ എന്താണ് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ചോദിച്ചുകൊണ്ടമ്മ വീടിന് ഉമ്മറത്തേക്ക് ഇറങ്ങിയതും നിമിഷ നേരം കൊണ്ട് അവിടെ ഇരു കൂട്ടരുടെയും ശബ്ദം ഉയർന്നൊരു വഴക്കിൽ കലാശിച്ചു. എന്താടാ, അധ്വാനിച്ചു ഭാര്യയെ പോറ്റാൻ കഴിവില്ലാഞ്ഞിട്ടാണോ നീ ഇവളെയും കൊണ്ടെന്റെ വീട്ടിൽ നിന്ന് സ്വർണോ പണോ എടുപ്പിച്ചത്? വഴക്കിനിടയിൽ നിന്ന് അച്ഛൻ തനിക്ക് പുറകിലേക്ക് നോക്കി ആക്രോശത്തോടെ ചോദിച്ചതും എന്തേ വേണ്ടു എന്നറിയാതെ ഭയന്നുടുത്തിരുന്ന സാരിയിൽ കൈകൾ മുറുക്കി പിടിച്ച് കണ്ണടച്ചുപോയി കാവ്യ. ഭയന്നവൾ നിൽക്കുമ്പോൾ അവളെ എരിക്കാനുള്ള അഗ്നി കണ്ണിൽ നിറച്ചവളെ നോക്കി നിന്നു കാർത്തിക് അവൾക്ക് പുറകിലായി. പോലീസ് സ്റ്റേഷനിൽ ആരുടെയും മുഖത്ത് നോക്കാനാവാതെ തലകുനിച്ച് നിൽക്കുമ്പോൾ കയ്യിലെ ബാഗൊന്ന് മുറുകെ പിടിക്കാൻ കാവ്യ ശ്രമിച്ചെങ്കിലും അവളിൽ നിന്നത് പിടിച്ചു വാങ്ങി SIക്ക് മുന്നിലെ ടേബിളിൽ വെച്ചു കാർത്തിക്. ഞാൻ വിവാഹം കഴിച്ചില്ലെങ്കിൽ സ്വയം ജീവൻ എടുക്കുമെന്ന് ഇവൾ കടും പിടുത്തം പിടിച്ചതുകൊണ്ടാണ് സാറേ ഞാൻ ഇന്നിവളെ വിവാഹം കഴിച്ചത്. ഇവളെ ഒന്നിനു വേണ്ടിയും ആർക്കു വേണ്ടിയും നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ലായിരുന്നു സാറേ. ഇറങ്ങി വരുമ്പോൾ വീട്ടിൽ നിന്ന് സ്വർണമോ പണമോ എടുത്തിട്ട് വരാൻ ഞാൻ ഇവളോട് പറഞ്ഞിട്ടില്ല, മറിച്ച് എടുക്കരുതെന്ന് കർശനമായി പറഞ്ഞിട്ടുമുണ്ട്. ഈ ബാഗിൽ എന്താണെന്ന് ഞാൻ രാവിലെ ഇവളോട് തിരക്കിയപ്പോൾ എന്നോട് ഇവള് പറഞ്ഞത് ഇവളുടെ വസ്ത്രങ്ങളും സർട്ടിഫിക്കറ്റും ആണെന്നാണ്. ഇവളിതെല്ലാം കൊണ്ടുവന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല സാറേ. ബാഗിനുള്ളിൽ നിന്നും പണവും സ്വർണവും എടുത്ത് പുറത്തേക്ക് വെക്കുന്നതിനിടയിൽ മുഖമുയർത്താതെ പറയുന്ന കാർത്തികിനെ കുറ്റബോധത്തോടെ നോക്കി നിന്നു കാവ്യ. അവനാ പറഞ്ഞതത്രയും സത്യമായിരുന്നു. താനാണ് അതിമോഹം കാണിച്ചത്. ആർഭാടത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് എടുത്തതും. തൻ്റെ അതിമോഹവും വാശിയും കൊണ്ടാണവൻ എല്ലാവർക്കും മുൻപിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നതെന്ന ചിന്തയിൽ കാവ്യ നിൽക്കുമ്പോൾ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനമാക്കി പോലീസും.
കാവ്യ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ തങ്ങളുടെ പണവും സ്വർണവും എടുത്ത് അവളുടെ വീട്ടുകാർ സ്റ്റേഷനിൽ നിന്നിറങ്ങിയതും അവൾക്ക് മുൻപിലേക്ക് ചെന്നു കാർത്തിക്. നിങ്ങൾ നിങ്ങളുടെ മകളുടെ ഭാവിയെ കരുതിയാണ് ഈ കല്യാണത്തിന് തടസ്സം നിന്നതെന്ന് എനിക്കറിയാം. വിദ്യാഭ്യാസം ആവശ്യം തന്നെയാണ് ആണിനും പെണ്ണിനും. അവളുടെ വാശിക്ക് അവളെ നഷ്ടപ്പെടുത്താൻ വയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് അവളെ കൂടെ കൂട്ടിയത്. കാർത്തിക് പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാതെ അവനെ തന്നെ നോക്കി നിന്നു എല്ലാവരും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ മകളുടെ പഠനം പൂർത്തിയായതിനു ശേഷം മാത്രമേ ഞങ്ങൾ ഒരുമിച്ച് ഒരു ജീവിതം തുടങ്ങൂ. ഞാൻ ഇന്ന് രാത്രി UK പോകും. മടക്കം ഇവളുടെ പഠനം തീർന്നതിനു ശേഷം മാത്രമാണ്. അതുവരെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ മകളായിട്ടുണ്ടാവും ഇവൾ. കാർത്തിക് പറഞ്ഞു നിർത്തുമ്പോൾ ഞെട്ടിപ്പകച്ച് അവനെ നോക്കി നിന്നു കാവ്യ. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ തന്നെ പകച്ചു നോക്കുന്നവളെ ഒരു പുഞ്ചിരിയോടെ നോക്കി കാർത്തിക്കും. ഇത് നിനക്കുള്ള അവസരമാണ് കാവ്യ. നിന്റെ വാശിക്ക് മുന്നിൽ ഞാൻ കീഴടങ്ങിയത് ഇങ്ങനെ പലതും കണ്ടിട്ട് തന്നെയാണ്. ഇനി നീ തെളിയിക്കണം നീയൊരു നല്ല മകളും മരുമകളുമാണെന്ന്. അങ്ങനെ നീ ആവുന്ന നാളിൽ എൻ്റെ ഭാര്യയായി നിനക്കരികിൽ നീ ആഗ്രഹിക്കുന്ന ഭർത്താവായി ഞാനുണ്ടാവും. ഉറപ്പോടെ പറയുന്നവനെ പകപ്പോടെ നോക്കി നിൽക്കുമ്പോൾ തന്റെ വാശി കൊണ്ട് താൻ എന്തു നേടിയെന്ന ചോദ്യം മാത്രം അവശേഷിച്ചു കാവ്യയെ. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.